ഒരുത്തന് ഈമാൻ ഉണ്ടെങ്കിൽ അവന് ഗൈറത്ത് ഉണ്ടായിരിക്കും. ഗൈറത്ത് നഷ്ടപ്പെട്ടോ അവന്റെ ഈമാനിൽ വഅഫുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിൽ നാം ഇപ്പോൾ വായിക്കുന്ന ഭാഗം ഉഖൂബാത്തുൽ മആസി, തിന്മകളുടെ അപകടങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ശിക്ഷ, അതിന്റെ അനന്തരഫലങ്ങൾ എന്ന ഫസ്ലാണ്. അതിൽ 26ഓളം അപകടങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തുടർന്ന് പറയുന്നത്, അടുത്തത് പറയുന്നത് അൽ മആസി തുത്ഫിഉ ഗൈറത്തൽ ഖൽബ്. തിന്മകൾ ഒരു മനുഷ്യന്റെ ഖൽബിൽ ഉണ്ടാകുന്ന ഗൈറത്തിനെ, ഗൈറത്ത് എന്നുള്ള പദത്തിന് മലയാളത്തിൽ ആത്മരോഷം എന്നെല്ലാം പറയാം, അതിനെ നശിപ്പിച്ചു കളയും, കെടുത്തിക്കളയും. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഉണ്ടാകുന്നത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം അതിൽ വേറൊരാൾ പങ്കുകാരാകുന്നത്. അത് മനുഷ്യർക്കിടയിൽ അധികം കാണുക ഭർത്താവിന് ഭാര്യയുടെ മേലെയെല്ലാം ഉണ്ടാകുന്നതാണ്. കാരണം തന്റെ ഭാര്യയെ വേറൊരാൾ ആസ്വദിക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങൾ, അതിനോടുണ്ടാവുന്ന ഗൈറത്ത്, അതാണ് ഗൈറത്ത് എന്ന് മനുഷ്യന്മാരുടെ ഇടയിലുള്ള അർത്ഥം വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഗൈറത്തുണ്ട്. അഥവാ അടിമകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ഹറാമിൽ മുഴുകുന്നു, മ്ലേച്ഛമായ കാര്യങ്ങൾ മുഴുകുന്നു എന്ന് കാണുമ്പോൾ അള്ളാഹുവിന് ഗൈറത്തുണ്ടാവും. അപ്പോൾ ഗൈറത്ത് എന്നുള്ളത് ഈമാനിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വികാരമാണ്. അപ്പൊ പാപങ്ങൾ ചെയ്യുന്ന ഒരാളിൽ ഗൈറത്ത് നഷ്ടപ്പെടുന്നത് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, അന്നഹാ തുത്ഫിഉ മിനൽ ഖൽബി നാറൽ ഗൈറത്തി അല്ലതി ഹിയ ലിഹയാതിഹി വസലാഹിഹി കൽ ഹറാറത്തിൽ ഗസീസിയത്തി ലിഹയാതി ജമീഅൽ ബദൻ. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ ജീവനാണ്. തിന്മകളിൽ മുഴുകുന്ന ആളിൽ നിന്ന് അത് ഇല്ലാതായി പോകുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് മോശപ്പെട്ട സ്വഭാവങ്ങളായിരിക്കും അവനിൽ നിന്നുണ്ടാവുക. ഏതുപോലെയാണ് ഗൈറത്തിന്റെ തീ എന്ന് ഉപമ പറയുകയാണ്, കമാ യുഖ്രിജുൽ ഖീറു ഖബസ അദ്ദഹബി വൽ ഫിദ്ദ വൽ ഹദീദ്. ഈ വെള്ളിയിലും സ്വർണത്തിലും ഇരുമ്പിലും എല്ലാമുള്ള അഴുക്കുകളെ തീ കത്തിച്ച് കളയുന്നത് പോലെയാണ് ഗൈറത്ത് ഒരാളുടെ ഖൽബിന്റെ മോശപ്പെട്ട അവസ്ഥകളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കുന്നത്. അപ്പോ ഇന്ന് കാലത്ത് ആളുകൾക്ക് വളരെയധികം കുറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് ഗൈറത്ത് എന്നുള്ളത്. അതായത് ഇപ്പൊ ഒരു ആൾക്ക് തന്റെ ഭാര്യ, ആ ഭാര്യയെ മറ്റുള്ളവർ കാണുന്നത് കൊണ്ടോ മറ്റുള്ളവർ സ്പർശിക്കുന്നത് കൊണ്ടോ മറ്റുള്ള അന്യപുരുഷന്മാരുമായിട്ട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവളുടെ ചിത്രങ്ങൾ മറ്റുള്ളവരുടെ മൊബൈലുകളിൽ ലഭിക്കുന്ന അവസ്ഥയിൽ ഷെയർ ചെയ്യപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആളുകൾ മറ്റുള്ളവർ കാണുന്നത് കൊണ്ടോ അറിയുന്നത് കൊണ്ടോ അതൊന്നും ഒരു കുഴപ്പവുമില്ലാത്ത അവസ്ഥ, അത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗൈറത്ത് എന്നുള്ള വികാരം ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ തിന്മകൾ തന്നെയാണ്. അതായത് ഒരു പുരുഷൻ, ആ പുരുഷൻ ഇതുപോലെ അന്യ സ്ത്രീകളെ നോക്കുകയും അതുപോലെ ആ രീതിയിലെല്ലാം ജീവിക്കുന്ന, അതെല്ലാം ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ ഭാര്യയെ മറ്റുള്ളവർ കാണുന്നതിലോ ഭാര്യ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിലോ അവനും കുഴപ്പമുണ്ടാവില്ല. അപ്പോ ഈ തിന്മകൾ ആ ഗൈറത്ത് എന്നുള്ള വികാരത്തെ ഇല്ലാതാക്കി കളയും. എന്നിട്ട് ഈ ഗൈറത്ത് എന്നുള്ള വികാരം ഏറ്റവും അധികം ഉള്ളതാർക്കാണ്? അള്ളാഹുവിനാണ്. മനുഷ്യരുടെ രീതിയിലല്ല, അടിമകൾ പാപം ചെയ്യുന്ന രീതിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിനുശേഷം ഏറ്റവും ഗൈറത്തുള്ള സൃഷ്ടി എന്ന് പറയുന്നത്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, എന്റെ ഭാര്യയോടൊപ്പം ഏതെങ്കിലും ഒരു പുരുഷനെ ഞാൻ കാണുകയാണെങ്കിൽ, അഥവാ കിടപ്പറയിൽ മറ്റാ രീതിയിൽ കാണുകയാണെങ്കിൽ അവനെ ഞാൻ മൂർച്ചയുള്ള വാളിന്റെ ഭാഗം കൊണ്ട് തന്നെ വെട്ടുമെന്ന് പറഞ്ഞു. അപ്പോ സഹാബികൾ അത്ഭുതപ്പെട്ടു. എന്തൊരു ആവേശത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരം ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഉണ്ടാവില്ല. അപ്പോ എന്തൊരു ആവേശത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅജബൂന മിൻ ഗൈറത്തി സഅദ്. സഅദിന്റെ ഗൈറത്ത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ല അന അഗ്യറു മിൻഹു, ഞാൻ അവനേക്കാൾ ഗൈറത്തുള്ളവനാണ്. വല്ലാഹു അഗ്യറു മിന്നി,
അള്ളാഹു എന്നേക്കാൾ ഗൈറത്തുള്ളവനാണ്. അതായത് ആ ഗൈറത്ത് എന്നുള്ള വികാരം മുഅ്മിനിന്റെ ഈമാനുള്ളവരുടെ അടയാളമാണ്. ഒരുത്തന് ഈമാൻ ഉണ്ടെങ്കിൽ അവന് ഗൈറത്തുണ്ടായിരിക്കും. ഗൈറത്ത് നഷ്ടപ്പെട്ടോ അവന്റെ ഈമാനിൽ വഅഫുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണത്. സഹീഹായി വന്നിട്ടുള്ള മറ്റൊരു ഹദീസ് സഹീഹ് ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണസ്കാരം കഴിഞ്ഞിട്ടുള്ള ഖുതുബയിൽ പറയുകയുണ്ടായി, യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിന്റെ ഉമ്മത്തെ, മാ ഹദുൻ അഗ്യറു മിനല്ലാഹ് അൻ യസ്നിയ അബ്ദുഹു ഔ തസ്നിയ അമതുഹു. അല്ലാഹുവിനേക്കാൾ ഗൈറത്തുള്ള ഒരാളുമില്ല. അല്ലാഹുവിന്റെ ഗൈറത്ത് എപ്പോഴും ഉണ്ടാകുന്നപ്പോഴാ തന്റെ അടിമയോ അടിമ സ്ത്രീയോ വ്യഭിചരിക്കുമ്പോഴാണ് അള്ളാഹുവിന് ഗൈറത്ത് ഉണ്ടാകുന്നത്. കാരണം അള്ളാഹുവിന്റെ അടിമയാണ്. അവനൊരിക്കലും ഇതുപോലെയുള്ള മ്ലേച്ഛമായ ഒരു കാര്യത്തിൽ അകപ്പെടാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ഗൈറത്ത് ഉണ്ടാവും. മറ്റൊരു ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഹദ അഗ്യറു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ ഗൈറത്തുള്ള വേറെ ആരുമില്ല. മിൻ അജ്ലി ദാലിക, അതുകൊണ്ട് തന്നെ ആ ഗൈറത്തുള്ളത് കൊണ്ട് തന്നെ ഹറമൽ ഫവാഹിഷ മാ വഹറ മിൻഹാ വമാ ബതൻ, അള്ളാഹു എന്താക്കിയിട്ടുണ്ട്? മ്ലേച്ഛമായ വ്യഭിചാരം പോലെയുള്ള അതിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ, പ്രകടമായതാവട്ടെ അല്ലാത്തതാവട്ടെ, അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. അതിലേക്ക് നയിക്കുന്ന എല്ലാ വഴികളും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. വലാ അഹദുൻ അഹബ്ബു ഇലൈഹിൽ ഉദ്റു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ ഒഴിവ് കഴിവ് ഇഷ്ടപ്പെടുന്ന ഒരാളുമില്ല. എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്തു പോയി, അവന് ഒഴികഴിവുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും, പരിഗണിക്കും. അള്ളാഹുവിന് അത്ര ഗൈറത്തുണ്ടെങ്കിൽ കൂടി ആ ഒഴിവ് കഴിവ് അള്ളാഹു പരിഗണിക്കും. മിൻ അജ്ലി ദാലിക, അതുകൊണ്ടാണ് അള്ളാഹു അർസല റുസുല മുബശ്ശിരീന വമുൻദിരീൻ, അള്ളാഹു ആരെ അയച്ചത്? റസൂലുകളെ അയച്ചത്. സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരുമായിട്ട് റസൂലുകൾ അയച്ചത് എന്തിനാണ്? ആളുകൾക്ക് ഉദ്റ് പറയേണ്ട ഒരു അവസ്ഥ പിന്നെ ഉണ്ടാവരുത്, അതിനു വേണ്ടിയിട്ടാണ് അയച്ചത്. വലാ അഹദുൻ അഹബ്ബു ഇലൈഹി അൽ മദ്ഹു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്ന ഒരാളുമില്ല. വാഴ്ത്തലും പുകഴ്ത്തലും ഇഷ്ടപ്പെടുന്ന വേറൊരാളുമില്ല. കാരണം അള്ളാഹു ആണ് അതിന് അർഹനായിട്ടുള്ളത്. ഇപ്പൊ ഒരു മനുഷ്യൻ, കേവലം ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യൻ ആളുകൾ തന്നെ പുകഴ്ത്തണം വാഴ്ത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്ത് ദുർബലനാണ്. പക്ഷെ അള്ളാഹു അത് ഇഷ്ടപ്പെടുന്ന, കാരണം അള്ളാഹു അതിന് അർഹനാണ്. മിൻ അജ്ലി ദാലിക് അസ്ന അലാ നഫ്സി, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സ്വന്തത്തെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ വിഷയം അള്ളാഹുവിന്റെ ഗൈറത്ത് കൊണ്ടാണ് ഇതുപോലെയുള്ള മ്ലേച്ഛതകൾ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത്, അള്ളാഹു വിരോധിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഗൈറത്ത് എന്നുള്ള മഹത്തായ ഗുണം ആളുകളിൽ നിന്ന് നശിക്കാനുള്ള കാരണം പാപങ്ങളാണ്, അവർ ചെയ്യുന്ന തിന്മകളാണ്. ഇന്ന് ഗൈറത്തുള്ളവൻ എന്തോ തീവ്രവാദിയോ അല്ലെങ്കിൽ പിന്നെ പുരോഗമന ചിന്താഗതി ഇല്ലാത്തവനെ പോലെയാണ്. ഇപ്പൊ ഒരു ഭർത്താവിന്റെ ഒരു ഭാര്യ, അവൾ ഇടുങ്ങിയ വസ്ത്രം ധരിച്ചാൽ അല്ലെങ്കിൽ ശരീരം കാണിച്ച് നടന്നാൽ, മറ്റുള്ളവരുമായിട്ട് ഒരു നിയന്ത്രണമില്ലാതെ ഇടപഴകിയാൽ ആളുകൾ പറയും ആ ഭർത്താവ് നല്ല ഭർത്താവാണ്, സ്വാതന്ത്ര്യം നൽകുന്നവനാണ്, പുരോഗമന ചിന്താഗതി ഉള്ളവനാണ്. എന്നാൽ തന്റെ ഭാര്യയെ മറ്റു പുരുഷന്മാർ ഈ രീതിയിൽ കാണരുത് എന്നുള്ളത് കൊണ്ട് അവളെ ഏറ്റവും നല്ല രീതിയിൽ ജിൽബാബ് ധരിപ്പിച്ച് നിഖാബ് ധരിപ്പിച്ച് അവളുടെ സൗന്ദര്യവും അവളുടെ അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ, അവൻ ഇടുങ്ങിയ ചിന്താഗതിക്കാരനും അല്ലെങ്കിൽ വൃത്തികെട്ട ചിന്തകൾ മാത്രമുള്ള ആൾ എന്ന നിലക്കൊക്കെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. തിന്മകൾ കാരണം ആളുകൾക്ക് ഗൈറത്ത് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അവർ ചെയ്യുന്ന തിന്മകൾ അവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കളോ ഭാര്യമാരോ പെൺമക്കളോ എങ്ങനെ നടന്നാൽ അവർക്കെന്താ? കാരണം അവരാഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഗൈറത്ത് എന്നുള്ളത് നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ പാപത്തിന്റെ അനന്തരഫലം എന്ന് പറയുമ്പോൾ ഒരു മുഅ്മിനിന് പൊതുവേ ഈ ഗുണം ഉണ്ടാവും, ഈ വികാരം ഉണ്ടാവും. അപ്പൊ നമ്മളതിനെ ചിന്തിച്ചാൽ മതി. നമ്മളെന്തെങ്കിലും തിന്മയിൽ മുഴുകിക്കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഭാര്യമാര് ഏതെങ്കിലും ഒരു രീതിയിൽ നടന്നാലും നമുക്ക് അതിനോടൊരു വികാരമില്ലാത്ത അവസ്ഥ വരും. വലിയ അപകടമാണത്. നമ്മുടെ ഗൈറത്ത് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഹറാമായ രീതിയിൽ മറ്റുള്ള സ്ത്രീകളെ നോക്കുകയാണ്, അല്ലെങ്കിൽ ഹറാമായ രീതിയിൽ എന്തെങ്കിലും തിന്മയിൽ മുഴുകുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഭാര്യമാരെ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ തോന്നും. നമുക്കത് കുഴപ്പമായി തോന്നില്ല, നമ്മുടെ ഉള്ളിൽ തോന്നും ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. വലിയ അപകടം നമ്മൾക്ക് നമ്മുടെ ദീനിൽ സംഭവിക്കും. പാപങ്ങളിൽ മുഴുകിയാൽ ഗൈറത്ത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഗൈറത്തിന്റെ വിഷയം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ചില ആളുകൾ അവരുടെ ഭാര്യമാരുടെ മേലെയുള്ള ഗൈറത്ത് തെറ്റായ രീതിയിലാവാറുണ്ട്. അതൊരു തരത്തിലുള്ള സംശയം പോലെയുള്ള, ഭാര്യ എന്തു ചെയ്താലും അതൊരു സംശയമായ രീതിയിൽ എടുക്കുന്ന, നമ്മൾ സംശയരോഗം എന്നെല്ലാം പറയുന്ന രീതിയിൽ ഗൈറത്ത് മാറുന്ന ധാരാളം ആളുകളെ കാണാറുണ്ട്. അങ്ങനെ പാടില്ല, അതിനൊരു പരിധിയുണ്ട്. അത് ഹദീസിൽ തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനൽ ഗൈറതി മാ യുഹിബ്ബുഹുല്ലാഹ് വമിൻഹാ മാ യുബ്ഗിദുഹുല്ലാഹ്. ഗൈറത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നതുണ്ട്, അല്ലാഹു വെറുക്കുന്നതുണ്ട്. ഫല്ലതി യുബ്ഗിദുഹല്ലാഹ് അൽ ഗൈറതു ഫീ ഗൈരി റീബത്തിൻ. ഒരു സംശയവുമില്ലാത്ത ഒരു അവസ്ഥയിൽ, സംശയിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത അവസ്ഥയിൽ
ഗൈറത്ത് കാണിക്കുക എന്നത് അത് അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. അഥവാ വെറുതെ അനാവശ്യമായിട്ട് തന്റെ കീഴിലുള്ള സ്ത്രീകളുടെ മേലെ സംശയം വെച്ച് പുലർത്തുന്ന ഒരുപാട് ആണുങ്ങളെ കാണാൻ സാധിക്കും. അവരതിന് ഗൈറത്താണ് തെളിവ് പിടിക്കും. പക്ഷെ അതങ്ങനെയല്ല. എന്തെങ്കിലും സംശയത്തിനോ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ ഗൈറത്ത് ഉണ്ടാവേണ്ടത്. അല്ലാത്ത ഗൈറത്ത് അള്ളാഹു വെറുക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹു ഗൈറത്തുള്ളവനാണ്. അപ്പൊ അടിമകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വികാരം, അതുപോലെയുള്ള വികാരം കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആളുകൾ ഈ തരത്തിൽ തിന്മയിൽ മുഴുകിക്കളഞ്ഞാൽ അവന്റെ ഗൈറത്ത് നഷ്ടപ്പെടും എന്ന് പറയുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് ഇത് അവസാനിപ്പിച്ചുകൊണ്ട്, വമസലുൽ ഗൈറത്തി ഫിൽ ഖൽബി മസലുൽ ഖുവ്വത്തി അല്ലതി തദ്ഫഉൽ മറദ് വതുഖാവിമുഹു. ഖൽബിലുള്ള ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ശക്തി പോലെയാണ്, അതിന് വരുന്ന രോഗത്തിനെ പ്രതിരോധിക്കുന്ന പോലെയാണ്. ഫൈദാ ദഹബത്തിൽ ഖുവ്വ വജദ ദാഉൽ മഹല്ല ഖാബിലൻ. ശരീരത്തിൽ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ പിന്നെ അവിടെ എന്താവും? മറ്റു പല രോഗങ്ങളും കേറും. വലം യജിദ് ദാഫിഅൻ, അതിനെ പ്രതിരോധിക്കാൻ ഒന്നും കാണില്ല. ഫതമക്കന, അല്ലെങ്കിൽ അങ്ങനെ ആ രോഗം അതിൽ ഉറച്ചു നിൽക്കും. ഫകാനൽ ഹലാക്ക്, അങ്ങനെ നശിക്കും, അങ്ങനെ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഒരു പോത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിയെ വിചാരിക്കുക, അല്ലെങ്കിൽ അതുപോലെ കൊമ്പുള്ള ഒരു ജീവി. ആ കൊമ്പ് അതിനെയും അതിന്റെ സ്വന്തത്തെയും അതിന്റെ മക്കളെയും മറ്റുള്ളതിൽ നിന്ന് സംരക്ഷിക്കും, അതിനെ പ്രതിരോധിക്കാനുള്ള സാധനം ഉണ്ടാവും. ആ കൊമ്പ് പൊട്ടിപ്പോയാലോ ശത്രുവിന് എന്താവും? അവന്റെ മേലെ കൂടുതൽ അധികാരം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ തിന്മകൾ മുഴുകിയാൽ ഗൈറത്ത് നഷ്ടപ്പെടും. ഗൈറത്ത് നഷ്ടപ്പെട്ടാൽ നമുക്ക് കൂടുതൽ ഖൽബിന് രോഗങ്ങൾ ബാധിക്കുകയും മ്ലേച്ഛമായ സ്വഭാവത്തിലാവുകയും ആ രീതിയിൽ ആറിത്തീരുകയും ചെയ്യും. അടുത്തത് പറയുന്നത് തിന്മകൾ ഒരാളുടെ ലജ്ജയെ ഇല്ലാതാക്കി കളയും, ഒരുത്തന്റെ ലജ്ജയെ ഇല്ലാതാക്കി കളയും. ഗൈറത്തും ഹയാവും ഒരു തരത്തിൽ ഒരേ ആശയത്തിൽ വരുന്നതാണെങ്കിൽ കൂടി ചെറിയ വ്യത്യാസങ്ങൾ. ഹയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബിന്റെ ഹയാത്ത്, കൽബിന്റെ ജീവനാണ് ലജ്ജ ഉണ്ടാവുക എന്നുള്ളത്. എല്ലാ നന്മകളുടെ അടിസ്ഥാനം ഹയാഗാണെന്നാണ്. അൽ ഹയാഉ ഖൈറുൻ കുല്ലുഹു, എല്ലാം ഹയാ മൊത്തത്തിൽ നന്മയാണ്. അതിന് ഇസ്ലാമിന്റെ സ്വഭാവമാണ് ഹയാ. ഇപ്പൊ ഒരാൾ തന്റെ ഔറത്ത് മറക്കുന്നത് എന്തുകൊണ്ടാണ്? ലജ്ജയുള്ളതുകൊണ്ടാണ്. ഒരാൾ തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത് എന്താണ്? അതിനൊരു കാരണം ലജ്ജയാണ്, അള്ളാഹുവിനോടും സൃഷ്ടികളോടുള്ള ലജ്ജയാണ്. ഒരാൾ തന്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്ന എന്താണ്? അള്ളാഹുവിനോടും സൃഷ്ടികളോടുള്ള ലജ്ജയാണ്. ഒരാൾ പലതരത്തിലുള്ള നന്മകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ലജ്ജ കാരണത്താലാണ്. കാരണം ഹയാ ഉണ്ടെങ്കിലേ ഒരാൾക്ക് നന്മകളിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്തവന് സാധിക്കില്ല. അപ്പൊ ഹയാ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പാപങ്ങൾ. നമ്മൾ ആലോചിച്ചാൽ മതി, തിന്മകൾ മുഴുകുന്ന ഒരാൾക്ക് ആദ്യം ഹയാന്റെ ചെറിയ വശങ്ങൾ ഇല്ലാതാകും. അവസാനം ആ തിന്മ പ്രകടമായി ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവന്റെ ലജ്ജ ഇല്ലാത്ത അവസ്ഥ അവനെ നയിക്കും. അങ്ങനെയാണ് അതിന്റെ അനന്തര ഫലം ഉണ്ടാവുക. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് ബുഖാരി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന മിമ്മാ അദ്റകൻ നാസു മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊലാ, നബിമാരുടെ കലാമായിട്ടുള്ള കലാമിൽ നിന്ന് ജനങ്ങൾ ഏറ്റെടുത്ത, ജനങ്ങൾ സ്വീകരിച്ച ഒരു വാക്കാണ് ഇദാ ലം തസ്തഹി, നിനക്ക് ലജ്ജയില്ല എങ്കിൽ ഫസ്ന മാ ശിഅ്ത, നീ എന്തുവാണെന്ന് ചെയ്തോ, നീ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്തോ എന്നുള്ള ഹദീസ്. ഈ ഹദീസിനെ രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ അർത്ഥം പറയാറുണ്ട്. ഒന്നാമത്തെ അർത്ഥം അത് തഹ്ദീദിന്റെയും വഈദിന്റെയും, താക്കീദിന്റെയും അതുപോലെ തന്നെ ശിക്ഷയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിനക്ക് ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്തോ, പിന്നെ നിനക്ക് ശിക്ഷയാണ് ഉണ്ടാവുക എന്ന താക്കീത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. രണ്ടാമത്തെ അർത്ഥം അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതില്ലാത്തൊരു കാര്യമാണ് നിനക്കുള്ളത് എങ്കിൽ, അഥവാ നീ ചെയ്യുന്ന ഒരു കാര്യം കാരണത്താൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിനക്ക് എന്തില്ല, ലജ്ജിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പിന്നെ എനിക്ക് ധൈര്യമായി അത് ചെയ്യാം. അർത്ഥ വ്യത്യാസം മനസ്സിലായോ? അള്ളാഹുവിന്റെ മുമ്പിൽ ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യാണ്, അതിന്റെ പേരിൽ അള്ളാഹിന്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ചെയ്യാം. ഒന്ന്, താക്കീത് എന്നുള്ള അർത്ഥത്തിലും ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജിക്കേണ്ടതില്ലാത്ത കാര്യമാണെങ്കിൽ പിന്നെ അവന് യഥാവിധി യഥേഷ്ടം അത് ചെയ്യാം, അനുവാദമുണ്ട്. കാരണം പിന്നെ അത് തെറ്റാവൂല. അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജിക്കേണ്ടതില്ലാത്തൊരു കാര്യം വന്നാൽ പിന്നെ അതൊരു തിന്മയായിട്ട് അവസ്ഥയുണ്ടാവൂല, അതുകൊണ്ട് ചെയ്യാം. ഈ രണ്ട് രീതിയിലും ഈ അർത്ഥം വന്നത് കാണാം. അപ്പോ ഹയാ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഈ തിന്മകൾ കാരണത്താൽ ഉണ്ടാകും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. അടുത്തത് അൽ മആസി തുദ്ഇഫു തഅദീമ റബ്ബ്, തിന്മകളിൽ മുഴുകിക്കഴിഞ്ഞാൽ അള്ളാഹുവിനുള്ള തഅദീം, അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വം, ആ വില അതെന്താവും? അത് കുറഞ്ഞു പോകും.
അത് ദുർബലമായി പോകും. ഒരടിമ എല്ലാത്തിനേക്കാളും അള്ളാഹുവിന് ഒരു വഖാറത്ത് കൊടുക്കും, ഗാംഭീര്യം കൊടുക്കും. പക്ഷേ തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ ഗാംഭീര്യം മെല്ലെ മെല്ലെ ഇല്ലാതായി അള്ളാഹുവിന് ഒരു ഗൗരവം കൊടുക്കാത്ത അവസ്ഥയിൽ അവൻ മാറും തിന്മയിൽ മുഴുകിക്കഴിഞ്ഞാൽ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അന്നഹാ തുളഇഫു ഫിൽ ഖൽബി തഅലീമ റബ്ബി ജല്ല ജലാലു വതുളഇഫു വഖാറഹു ഫി ഖൽബിൽ അബ്ദി വലാ ബുദ് ശാഅ അം അബാ. അവൻ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഈ തിന്മകളിൽ മുഴുകിയാൽ അള്ളാഹുവിനുള്ള തഅലീം അവനിൽ നിന്ന് കുറഞ്ഞു പോകും. വലൗ തമക്കന വഖാറുല്ലാഹി വഅളമതുഹു ഫി ഖൽബിൽ അബ്ദി ലമാ തജറഅ അലാ മആസി. അവന്റെ ലമ്മാ തജറഅ അലാ മആസി, അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഗാംഭീര്യം യഥാർത്ഥ രൂപത്തിൽ ഉണ്ട് എങ്കിൽ അവൻ എന്താകില്ല, അവൻ പിന്നെ തിന്മയിൽ മുഴുകില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഗാംഭീര്യം അവന് കൊടുക്കും. എന്നാൽ ചില ആളുകളെ പിശാച് പറ്റിക്കുന്ന ഒരു മേഖലയാണ്, അവൻ വിചാരിക്കും ഞാൻ അള്ളാഹുവിന് ഗാംഭീര്യം കൊടുക്കുന്നവനാണല്ലോ എന്നത്. പക്ഷെ അവൻ തിന്മയിൽ മുഴുകുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹുസ്നുദ്ദന്നിന്റെ അവസ്ഥയാണ് ഇവിടെയും ഉണ്ടാവുക. ഒരിക്കലും തന്നെ അള്ളാഹുവിന് ഗാംഭീര്യം കൊടുത്തിട്ട് ഒരാൾക്ക് തിന്മയിൽ മുഴുകാൻ സാധിക്കില്ല. ഇബ്നു ഖയ്യിം പറയാണ്, വഹാദാ മിൻ മുഗാലത്തുൻ നഫ്സ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്നത് നഫ്സിന് പറ്റിയ ഒരു അബദ്ധമാണ്. ഫഇന്ന അളമത അല്ലാഹി തആല വജലാലുഹു ഫീ ഖൽബിൽ അബ്ദി തഖ്തലി തഅലീമ ഹുറുമാതി. ഒരാൾ അള്ളാഹുവിന് മഹത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അതിർവരമ്പുകളെയും അവൻ മഹത്വം കൊടുക്കും. അങ്ങനെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ അള്ളാഹുവിന്റെ അതിർവരമ്പങ്ങൾ ഗൗരവം കൊടുത്താൽ അവന്റെയും പാപത്തിന്റെയും ഇടയിൽ ഒരു തടസ്സമായി അത് മാറും. തിന്മയിൽ മുഴുകുന്ന ഒരുവൻ അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം കൊടുത്തിട്ടില്ല. എങ്ങനെയാണ് അവൻ അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം കൊടുക്കുക? അള്ളാഹുവിന്റെ കൽപ്പനക്കും വിരോധനക്കും ഒരു വില കൊടുക്കാത്തവന് എങ്ങനെയാണ് അള്ളാഹുവിന് ഒരു ഗാംഭീര്യം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥ വന്നാൽ തന്നെ, അള്ളാഹുവിനൊരു ഗാംഭീര്യം കൊടുക്കാത്ത അവസ്ഥ നമുക്ക് വന്നു എന്നത് തന്നെ പാപത്തിന്റെ അപകടങ്ങളിൽ വലുതാണ്. എന്നിട്ട് പറയാണ്, ഈ ഒരു അവസ്ഥയുടെ കുറച്ച് അനന്തരഫലങ്ങൾ പറയാണ്. അള്ളാഹുവിനുള്ള ഗാംഭീര്യം കൊടുക്കുന്നത്, മഹത്വം കൊടുക്കുന്നത് കുറഞ്ഞു പോയാൽ അതിന്റെ ചില അനന്തരഫലം പറയാണ്. അടിമകളുടെ ഖൽബിൽ നിന്ന് ഇവന് കൊടുക്കുന്ന ഒരു ഗൗരവം അള്ളാഹ് ഒഴിവാക്കി കളയും. ഇവന് കൊടുക്കുന്ന, ഈ അടിമക്ക് കൊടുക്കുന്ന ഒരു വില, ഒരു ഗാംഭീര്യം അള്ളാഹു ഒഴിവാക്കും. വയഹൂനു അലൈഹിം, പിന്നെ അടിമകളുടെ ഖൽബ് ഇവനോടൊരു പുച്ഛാണ് തോന്നുക. ويستخفون به كما هان عليه امره واستخف به فعلى قدر محبه العبد لله يحبه الناس. ഒരു അടിമക്ക് എത്രത്തോളമാണോ അള്ളാഹുവിനോട് ഇഷ്ടമുള്ളത് ആ അളവനുസരിച്ചിട്ടാണ് ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടുക. ഒരു അടിമക്ക് അള്ളാഹുവിനോട് എത്ര ഇഷ്ടമുണ്ടോ അതിന്റെ അളവനുസരിച്ചിട്ടാണ് ചുറ്റുമുള്ള ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടുക. വഅലാ ഖദ്രി ഖൗഫിഹി മിനല്ലാഹി യഖാഫു അൽ ഖൽഖ്. എത്രത്തോളമാണോ അടിമ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അതുപോലെയാണ് മറ്റുള്ള സൃഷ്ടികൾ അവനെ ഭയപ്പെടുക. വഅലാ ഖദ്രി തഅലീമിഹി ലില്ലാഹി വഹുറുമാതിഹി യുഅദ്ദിമു الناس ഹുറുമാതി. എത്രത്തോളമാണോ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ ശ്രദ്ധിക്കുന്നത്, അത്രത്തോളം അവനെയും അവൻ പറയുന്ന കാര്യങ്ങളെയും ജനങ്ങളും വില കൊടുക്കും. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കിയാൽ മാത്രമേ ചുറ്റുമുള്ള സൃഷ്ടികൾ അവനെ വില കൊടുക്കുന്ന അവസ്ഥ വരികയുള്ളൂ. അപ്പൊ അള്ളാഹുവിനോടുള്ള തഅലീം നഷ്ടപ്പെടും. അതിന്റെ ഫലമായിട്ട് അവൻ സ്വയം നിന്ദ്യത അനുഭവിക്കേണ്ടി വരും. അടുത്തത് പറയുന്നത് അൽ മആസി സബബു നിസ്യാനില്ലാഹി ലിഅബ്ദി. ഒരു അടിമയെ അള്ളാഹു മറക്കുന്ന അവസ്ഥയിലേക്ക്, അഥവാ അള്ളാഹു പരിഗണിക്കാത്ത, ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും തിന്മയിൽ മുഴുകുക എന്നുള്ളത്. അള്ളാഹു നമ്മെ പരിഗണിക്കുന്ന, ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവാകും. أنه تستدعي نسيان الله لعبده وتركه وتخليته بين وبين نفسه وشيطانه. അള്ളാഹു അവന്റെ കാര്യങ്ങളെ കുറിച്ച് വിട്ടുകൊടുത്ത് അവന്റെ സ്വന്തത്തിലേക്കും ശൈത്താനിലേക്കും വിട്ടുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ വിട്ടുകൊടുത്താൽ പിന്നെ അവന് രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷയും വേണ്ടി വരില്ല. അങ്ങനെ അവൻ നശിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശറിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്താണ് നാളേക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നോക്കണം. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന അറിയുന്നവനാണ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും.
നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ മറക്കുന്നവരാവരുത്. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ വിരോധനകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഇതൊന്നുമില്ലാത്ത ആളുകളായി നിങ്ങൾ മാറരുത്. അങ്ങനെ മാറിയാൽ അൻസാഹും അൻഫുസഹും, നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം തന്നെ മറന്നു. ഉലൈകഹുമുൽ ഫാസിഖൂൻ, അവരാണ് ഫാസിഖീങ്ങൾ, തെമ്മാടികൾ. എന്താണ് നമ്മൾ നമ്മുടെ തന്നെ കാര്യം മറന്നു എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ടുള്ള ഉദ്ദേശം? നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്ന വിട്ടുപോവാണ്. അതായത് തിന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു കൽപ്പിച്ചതാണ്, വിരോധിച്ചാണ്, ഒന്നും ചിന്തിക്കാതെ അള്ളാഹുവിന് ഒരു പരിഗണന നൽകാതെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മെ മറക്കും, നമ്മൾ നമ്മുടെ സ്വന്തത്തെ മറക്കും. പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വന്തത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ട നന്മകൾ, നമ്മളുടെ സൽക്കർമ്മങ്ങൾ, നാളെ പരലോകത്തേക്കുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള എന്തൊക്കെ മസാലിഹകളുണ്ടോ അതെല്ലാം നമ്മൾ മറന്നുപോകും. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു സൽക്കർമ്മം ചെയ്യാൻ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ ഓർമ്മ ഉണ്ടാവില്ല, ഒരു സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിടാൻ നമുക്ക് തൗഫീഖ് ലഭിക്കില്ല. അതേസമയം നമ്മുടെ കാര്യങ്ങളെല്ലാം പിഴച്ചു പോവുകയും ചെയ്യും. അഥവാ നമ്മൾ ഗഫ്ലത്തിലാവും. നമ്മൾ അള്ളാഹുവിലേക്ക് ചെയ്യേണ്ട കർമ്മങ്ങളിൽ നിന്ന് തെറ്റിപ്പോകും. അതിൽ നിന്ന് പാഴായി നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതാണ് ഏറ്റവും വലിയ വഞ്ചനയും അവൻ അകപ്പെടുന്നത് ഏറ്റവും വലിയ ഒരു നഷ്ടത്തിലുമായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയെ മറക്കാൻ തിന്മകൾ കാരണമാകും. അടുത്തത് മആസി സബബുൻ ലിഖുറൂജ് മിൻ ദാഇറത്തിൽ ഇഹ്സാൻ. ഇഹ്സാനിന്റെ ആ വട്ടത്തിൽ നിന്ന്, ഇഹ്സാൻ എന്നുള്ള ദറജയിൽ നിന്ന് അവൻ പുറത്താവും, അവനതിൽ ഉണ്ടാവില്ല. നമുക്കറിയാം, ദീൻ എന്ന് പറഞ്ഞാൽ 3 മർത്തബകളാണ്. നമ്മൾ ഓരോരുത്തരും ദീനിന്റെ 3-4 മർത്തബയിലായിരിക്കും. ഒന്നെങ്കിൽ മുസ്ലിം എന്നുള്ള ഇസ്ലാമിന്റെ മർത്തബയിലായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ഈമാൻ എന്നുള്ള മുഅ്മിൻ എന്നുള്ള മർത്തബയിലായിരിക്കും, അതല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ഇഹ്സാൻ മുഹ്സിൻ എന്ന മർത്തബയിലായിരിക്കും. ഈ 3 മർത്തബകളിൽ ഒന്നിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുക. അപ്പൊ തിന്മ ചെയ്യുന്ന ഒരാൾ ഇഹ്സാനിന്റെ മർത്തബയിൽ എത്തുകയില്ല. കാരണം ഇഹ്സാനിന്റെ മർത്തബയിൽ എത്തണമെങ്കിൽ തിന്മകൾ ഒഴിവാക്കണം. ഇബ്നു ഖയ്യിം പറയാണ്, അന്നഹാ തുഖ്രിജുൽ അബ്ദ മിൻ ദാഇറത്തിൽ ഇഹ്സാൻ, തിന്മകൾ ഇഹ്സാനിന്റെ ദറജയിൽ നിന്ന് അവനെ പുറത്താക്കും. വതംനഉഹു സവാബൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് അല്ലാഹു എന്തെല്ലാം പ്രതിഫലം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവന് തടയപ്പെടും. ഫഇന്നൽ ഇഹ്സാന ഇദാ ബാശറൽ ഖൽബ മനഅഹു മിനൽ മആസി, ഒരാൾ ഇഹ്സാനിന്റെ ദറജയിൽ എത്തിയാൽ ആ ഇഹ്സാൻ എന്നുള്ളത് അവനെ തിന്മയിൽ നിന്ന് തടയും. എന്താണ് ഇഹ്സാൻ പറഞ്ഞാൽ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അൻത അബ്ദുല്ലാഹ് കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാ, അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യലാണ്. തിന്മ ചെയ്യുന്ന ഒരാൾക്ക് അതിന് സാധിക്കുമോ? ഇല്ല. തിന്മ ചെയ്യുന്ന ഒരാൾ ഇഹ്സാന്റെ ദർജയിൽ എത്തൂല. ഇഹ്സാന്റെ ദർജയിൽ എത്തിയാൽ തിന്മയിലേക്കും വീഴില്ല. എന്നിട്ട് പറയാണ്, فإن من عبد الله كأنه يراه لم يكن ذلك إلا لاستيلاء ذكره ومحبته وخوفه ورجائه على قلبه. ഒരാൾ ഇഹ്സാന്റെ ദർജയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്താനുള്ള കാരണം അവനിൽ അങ്ങേയറ്റം അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിച്ചതുകൊണ്ടും അള്ളാഹുവിനോടുള്ള മഹബത്ത് ഉണ്ടായതുകൊണ്ടും അള്ളാഹുവിനോടുള്ള ഖൗഫ് ഉണ്ടായതുകൊണ്ടും ഭയമുണ്ടായതുകൊണ്ടും അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാണ്. ബിഹൈസു യസീറു കഅന്നഹു യുശാഹിദുഹു വദാലിക യഹൂലു ബൈനഹു വബൈന ഇറാദത്തിൽ മഅസിയ. ഇത് ഉയർന്നതുകൊണ്ടാണ് അവൻ ഇഹ്സാന്റെ ദർജയിൽ എത്തിയത്. അപ്പൊ ഈ കാര്യങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെയും തിന്മയുടെയും ഇടയിൽ ഈ കാര്യങ്ങൾ വരും. അള്ളാഹുവിനോടുള്ള ഇഷ്ടം വരും, അള്ളാഹുവിനോടുള്ള ഭയം വരും, അള്ളാഹുവിനോടുള്ള ദിക്ർ വരും, അള്ളാഹുവിനുള്ള പ്രതീക്ഷ വരും. ഈ കാര്യങ്ങൾ അവന്റെയും തിന്മയുടെയും ഉദ്ദേശത്തിന്റെ ഇടയിൽ വരും. ഫളൻ അൻ മുആഖതിഹാ, ആ പാപത്തിൽ സംഭവിക്കുന്നതിന് രക്ഷപ്പെടാനായിട്ട്. ഫൈദാ ഖറജ മിൻ ദാഇറത്തിൽ ഇഹ്സാൻ ഫാതഹു സുഹ്ബതുഹു വരിഫ്ഖതുഹു അൽ ഖാസ, ആരെങ്കിലും ഇഹ്സാനിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ആ പ്രത്യേകമായിട്ടുള്ള അടുപ്പവും ഉയർച്ചയും അവന് നഷ്ടമാകും. പൂർണ്ണമായ അനുഗ്രഹമായിട്ടുള്ള ഏറ്റവും നല്ല ജീവിതമായിട്ടുള്ള അവസ്ഥ അവന് നഷ്ടപ്പെടും. ഇനി ഇഹ്സാനല്ല, ഇനി എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ മുഅ്മിൻ എന്നുള്ള ദർജയിലെങ്കിലും അള്ളാഹ് നിർത്തും. പക്ഷേ ഇനി ചില പാപങ്ങൾ ചെയ്താൽ ഈമാനിന്റെ വട്ടത്തിൽ നിന്ന് പുറത്തു പോകും. ഇഹ്സാനിൽ നിന്ന് എന്തായാലും പോകും. ഇനി ചില പാപങ്ങൾ ചെയ്താൽ ഈമാനിന്റെ വട്ടത്തിൽ നിന്ന് തന്നെ അവൻ പുറത്തു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ, ഒരു ആളും വ്യഭിചരിക്കുന്നില്ല അവൻ മുഅ്മിനായ അവസ്ഥയിൽ. ചില ഹദീസുകൾ കാണാം, അവന്റെ ഈമാൻ അവനിൽ നിന്ന് ഉയർന്ന് ഒരു കുട പോലെ അവന്റെ മുകളിലായി നിൽക്കും. ഈമാൻ അവന്റെ ഉള്ളുന്ന ആ സമയത്ത് എടുത്തു മാറ്റപ്പെടും.
വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഒരാൾ മുഅ്മിനായിക്കൊണ്ട് മദ്യപിക്കുകയില്ല, അവന്റെ ഈമാൻ അതിൽ നിന്ന് മാറ്റപ്പെടും. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരു കള്ളൻ കട്ടെടുക്കുന്നില്ല, അവൻ മുഅ്മിനായ അവസ്ഥയിൽ, അവന്റെ ഈമാൻ അവിടെ മാറ്റപ്പെടും. വലാ യൻതഹിബു നുഹ്ബതൻ ദാത ശറഫിൻ യർഫഉ ഇലൈഹി ഫീഹാ അന്നാസു അബ്സാറഹും ഹീന യൻതഹിബുഹാ വഹുവ മുഅ്മിൻ. ഒരു കൊള്ളക്കാരൻ, വഴിക്കൊള്ളക്കാരൻ അല്ലെങ്കിൽ അങ്ങനെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതിനോ അങ്ങനെ ചെയ്യുന്നില്ല, അവൻ ഈമാനുള്ള അവസ്ഥയിൽ. നിങ്ങൾ സൂക്ഷിക്കണം. അവിടെ തൗബയുടെ ചാൻസ് അവിടെ ഉണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. അതായത് ഈ തിന്മകൾ ചെയ്താൽ, ഇതിൽ പറഞ്ഞ ഈ തിന്മകൾ ചെയ്താൽ ഈമാനിന്റെ വട്ടത്തിൽ നിന്ന് അവൻ പുറത്തായിരിക്കും. വ്യഭിചരിച്ചാൽ, മദ്യപിച്ചാൽ, കള്ളുകുടിച്ചാൽ, കൊള്ള നടത്തിയാൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈമാനിന്റെ വട്ടത്തിൽ നിന്നും അവൻ പുറത്തായിരിക്കും. എന്നിട്ട് പറയാണ്, ഇനി ചില സമയത്ത് അവൻ അതിൽ വീണ്ടും തുടരുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയിലേക്കാണ് ഉണ്ടാവുക. കുറച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് അവൻ എത്തും. അടുത്തത് പറയാണ്, തിന്മകൾ മുഴുകിക്കഴിഞ്ഞാൽ ധാരാളം ഖൈറുകൾ അവന് നഷ്ടപ്പെടും. ധാരാളം ഖൈറുകൾ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവൻ ഈമാനിന്റെ വട്ടത്തിൽ നിന്ന് പുറത്തു എന്ന് പറഞ്ഞില്ലേ? ഈമാനുള്ള ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ധാരാളം ഖൈറുകളുണ്ട്. ആ ഖൈറുകൾ അവനിൽ നിന്ന് തടയപ്പെടും. എന്നിട്ട് പറയാണ്, വമൻ ഫാതഹു റിഫ്ഖത്തുൽ മുഅ്മിൻ വഹസ്നു ദിഫാഇല്ലാഹി അൻഹും. ഈമാനിന്റെ വട്ടത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ഫഇന്നല്ലാഹു യുദാഫിഉ അനിൽ ലദീന ആമനു. കാരണം ഈമാനുള്ളവരെ അല്ലാഹു സംരക്ഷിക്കും. ഫാതഹു കുല്ലു ഖൈറിൻ റത്തബഹുല്ലാഹു ഫി കിതാബിഹി അലൽ ഈമാൻ. അല്ലാഹു ഖുർആനിൽ ഈമാനുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം ഖൈറുകളുണ്ടോ അതെല്ലാം അവന് നഷ്ടപ്പെടും. വഹുവ നഹ്വു മിഅതി ഖസ്ല. 100ഓളം ഗുണങ്ങളുണ്ട് ഖുർആനിൽ. ഈമാനുള്ളവർക്ക് 100ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുല്ലു ഖസ്ലത്തിൻ മിൻഹാ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. അതിൽ ഓരോന്നും ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഖൈറാണ്. എന്നിട്ട് ചിലത് എണ്ണി പറയാണ്. ഒന്നാമത്തേത് അൽ അജ്റുൽ അദീം, മഹത്തായ പ്രതിഫലം നഷ്ടപ്പെടും. അല്ലാഹു സൂറത്തുൻ നിസായിൽ പറഞ്ഞു 146-ാമത്തെ ആയത്തിൽ, ഫസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമ. മഹത്തായ പ്രതിഫലം നൽകപ്പെടും, അത് നഷ്ടപ്പെടും. രണ്ടാമത്തേത് ദഫ്ഉ അൻഹു ശുറൂറദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലെയും പരലോകത്തിലെയും ഷർറിൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കില്ല, അള്ളാഹു പ്രതിരോധിക്കുന്നതിന് ഒഴിവാകും. കാരണം അള്ളാഹു സൂറത്തുൽ ഹജ്ജിലെ 38-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു. ഈമാനുള്ളവരെ അള്ളാഹു പ്രതിരോധിക്കും. മൂന്നാമത്തേത് ഇസ്തിഗ്ഫാറുൽ മലായികത്തി വഹമലത്തിൽ അർശ്. അർശിനെ വഹിക്കുന്നവരുടെയും മലക്കുകളെയും ഇസ്തിഗ്ഫാറിൽ നിന്ന് തടയപ്പെടും. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ സൂറത്തു ഗാഫിറിലെ 7-ാമത്തെ ആയത്ത്, ആ മലക്കുകളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഈമാൻ ഇല്ല എങ്കിൽ നഷ്ടപ്പെടും. അതുപോലത്തെ നാലാമത്തെ മുവാലാത്തുല്ലാഹി ലഹും വലാ യുദല്ലു മൻ വാലാഹ്. അള്ളാഹുവിൽ നിന്നുള്ള വലായത്ത് നഷ്ടപ്പെടും. അള്ളാഹുവിന്റെ വലായത്ത് ലഭിച്ചാൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അവന് നിന്യതയാണ്. കാരണം സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹു വലിയുല്ലദീന ആമനു. മുഅ്മിനീങ്ങളുടെ വലിയായിരിക്കും അള്ളാഹു, രക്ഷാധികാരിയായിരിക്കും. അതുപോലെ അഞ്ചാമത്തേത് മലായിക്കത്തുകൾ അവരെ ഉറപ്പിച്ചു നിർത്താനുള്ള കൽപ്പന, അത് അവരിൽ നിന്ന് നഷ്ടാവും. മുഅ്മിനീങ്ങളെ മലായിക്കത്തുകൾ ഉറപ്പിച്ചു നിർത്തും. സൂറത്തുൽ അൻഫാലിൽ യുദ്ധ സന്ദർഭത്തിൽ വന്ന ആയത്തിൽ കാണാം, ഇദ് യൂഹി റബ്ബുക ഇലൽ മലായികത്തി അന്നി മഅകും ഫസബ്ബിതുൽ ലദീന ആമനു. മലക്കുകളോട് അള്ളാഹു പറഞ്ഞു, മുഅ്മിനീങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറഞ്ഞു. അത് നഷ്ടപ്പെടും ഈമാനിന്റെ വട്ടത്തിൽ പുറത്തുപോയാൽ, തിന്മകൾ ചെയ്താൽ. അതുപോലെ വമിൻഹാൽ ഇസ്സ, ഇസ്സത്ത് നഷ്ടപ്പെടും. സൂറത്തുൽ മുനാഫിഖൂൻ അല്ലാഹു പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഇസ്സത്ത് ആർക്കുള്ളതാ? ഈമാനുള്ളവർക്കുള്ളതാ. തിന്മ ചെയ്താൽ അത് നഷ്ടപ്പെടും. വമിൻഹാ മഅയ്യത്തുല്ലാഹി ലിഅഹ്ലിൽ ഈമാൻ. ഈമാനുള്ള ആളുകൾക്കുള്ള അല്ലാഹുവിന്റെ സാമീപ്യം അത് നഷ്ടപ്പെടും. അല്ലാഹു സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞു, വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. അല്ലാഹു ഈമാനുള്ളവരോടൊപ്പമാണ്. അഥവാ തിന്മ ചെയ്താൽ ഈമാൻ നഷ്ടപ്പെടും. ഈമാൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്ന ഖൈറുകളാണ് ഈ പറയുന്നത്. അടുത്തത് റിഫഅത്തു ഫിദ് ദുനിയ വൽ ആഖിറ. പരലോകത്തിലെയും ദുനിയാവിലെയും ഉയർച്ച നഷ്ടപ്പെടും. സൂറത്തുൽ മുജാദിലയിൽ അല്ലാഹു പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ളവരെയും ഈമാനുള്ളവരെയും അല്ലാഹു ദറജകൾ ഉയർത്തും, അത് നഷ്ടപ്പെടും. അതുപോലെ സൂറത്തുൽ ഹദീദ് പറഞ്ഞത്, ഇഅതാഹും കിഫ്ലൈനി മിർ റഹ്മതിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല 2 കാരുണ്യവും വയജഅൽ ലഹും നൂറ, അവർക്ക് പ്രകാശം നൽകുന്നതും അതുപോലെ തന്നെ അതിലൂടെ അവർ നടക്കുന്നതും അത് നഷ്ടപ്പെടും. അതുപോലെ സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമുള്ള മുദ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് സയജഅലു ലഹുമുർ റഹ്മാൻ വുദ്ദ. അള്ളാഹുവിന്റെ പ്രത്യേക ഇഷ്ടം അത് അവർക്ക് നഷ്ടപ്പെടും. അതുപോലെ അമാനുഹും മിനൽ ഖൗഫ് യൗമ യശ്തദ്ദുൽ ഖൗഫ്.
ഭയപ്പാടുള്ള ദിവസത്തിൽ അല്ലെങ്കിൽ നാളെ പരലോകത്ത് നിർഭയത്വമില്ലാതെയാവും. സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, ഫമൻ ആമന വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശ്വസിച്ചവർ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തവർ, അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അതുപോലെ തന്നെ ഏതൊരു കർമ്മത്തിനും ഇരട്ടിയായിട്ട് പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥ, നേരായ മാർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥ. അതായത് നേരായ മാർഗം സിദ്ധിച്ച ആളുകൾ ആരാണ്? ഈമാനുള്ളവരാണ്. അതിൽ നിന്ന് പുറത്താകും. അതുപോലെ ഖുർആൻ ഹുദയും ഷിഫയുമായി ഉപകരിക്കണമെങ്കിൽ അത് ഈമാനുള്ളവർക്കാണ് അള്ളാഹു എന്ത് പറഞ്ഞിട്ടുള്ളത്? ഈമാനുള്ളവർക്കാണ് ഖുർആൻ ഹുദയും ഷിഫയുമായിട്ടുള്ളത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാം. അപ്പൊ ഈമാൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നഷ്ടപ്പെടുന്ന ഖൈറുകൾ വളരെ കൂടുതലാണ്. ഈമാൻ നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ തിന്മകൾ. നമ്മൾ ആലോചിക്കുക, നമുക്ക് നിസ്സാരമായി പോയിട്ടുണ്ടാവും. തിന്മകൾ ശീലമായി കഴിഞ്ഞാൽ, തിന്മകളുടെ ഒരു പ്രത്യേകത എന്താ? അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് നിസ്സാരമായിരിക്കും. പിന്നെ നമ്മൾ സ്വയം ന്യായീകരിക്കും, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. പക്ഷെ ആ തിന്മകൾ കൊണ്ട് നമുക്കൊരു ഭാഗത്ത് നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇനി ഈ തിന്മയിൽ തുടരുകയാണെങ്കിൽ അവന്റെ കൽബിൽ റാന് സംഭവിക്കും. ആ തിന്മകൾ അവനെ ഇസ്ലാമിൽ നിന്ന് മൊത്തമായിട്ട് പുറത്താക്കും. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ ഭയപ്പെട്ടുകൊണ്ട് അവർ പറയാറുണ്ട്, കമാ ഖാല ബഅദുഹും അൻതും തഖാഫൂന ദുനൂബ്, നിങ്ങൾ തിന്മകളെ ഭയപ്പെടുന്നു, വഅന അഖാഫുൽ കുഫ്ര, ഞാൻ ഭയപ്പെടുന്നത് കുഫ്രിനെയാണ്. എന്താണ് പറയാൻ കാരണം? സാധാരണക്കാരായ ആളുകൾക്ക് തിന്മകൾ സംഭവിക്കുന്ന തിന്മകൾ, അതാണ് അവർ ഭയപ്പെടുക. ആ തിന്മ ചെയ്തല്ലോ, അതാണ് അവർക്ക് ഭയം ഉണ്ടാവുക. പക്ഷെ ഇൽമുള്ളവർക്ക് ഒന്നുകൂടി ഉൾക്കാഴ്ച ഉണ്ടാവും. കാരണം ആ തിന്മകൾ കൊണ്ട് ഭാവിയിൽ എനിക്ക് നഷ്ടപ്പെടുക എന്റെ ഈമാനായിരിക്കും എന്നുള്ള ബോധം ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തിന്മകളെ ഭയപ്പെടുന്നു, ഞാൻ ഭയപ്പെടുന്നത് കുഫറിനെയാണ്. അഥവാ ഈ തിന്മകളിൽ മുഴുകി കുഫറിലെത്തുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നതാണ് എന്റെ ഭയം എന്ന് സലഫുകളിൽ ചിലർ പറയാറുണ്ട്. പാപങ്ങളുടെ ചില അനന്തരഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനിയും കൊടുക്കുന്നുണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. സഹോദരങ്ങൾ, ഇത് ചിന്തിക്കണം. നമുക്ക് വരുന്ന നഷ്ടങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ആലോചിക്കണം. അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത വർഷത്തിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.